ജപ്പാനിൽ നിന്നും ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രഭാത വന്ദനം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിന് സമീപത്തുള്ള ഒരു ഷിൻഡോ ഷ്രൈൻ, ഒരു ചെറിയൊരു ക്ഷേത്രം, അല്ലെങ്കിൽ നമ്മുടെ കാവ് എന്നൊക്കെ പറയാം. അതിന് മുൻപിലാണ്. എൻ്റെ പ്രഭാത സവാരിക്ക് ശേഷം ഇവിടെ എത്തിയതാണ്. ഇതിന് ചുറ്റും നിൽക്കുന്ന മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കാവിൻ്റെ പഴയകാലത്തെ കാവുകൾ, ഇപ്പോൾ കാവുകളും പലതും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാവുകളുടെ ഒരു പ്രതീതിയാണുള്ളത്. ധാരാളം വൃക്ഷങ്ങളും അതുപോലെ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു പ്രത്യേക ഇടത്താണ് ഇവർ സാധാരണ ഇത്തരത്തിലുള്ള ഷ്രൈനുകൾ നിർമ്മിക്കുക. ഇവിടെ പൊതുവെ ജപ്പാൻ ദൈവവിശ്വാസികളുടെ നാടല്ല എന്ന് പറയുമെങ്കിൽ കൂടി പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, രാവിലെ ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ ഇതുവഴി കൃഷിക്ക് വരുന്നവരൊക്കെ ഈ കാവുകളുടെ മുമ്പിൽ വന്ന് തൊഴുത് 2 പ്രാവശ്യം കൈയടിച്ച് കുമ്പിട്ട് അവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥന നടത്തി പോകുന്നത്. ഈ വേനൽക്കാലം, ഈ സമയം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇവരെ പൂർവികരെ അനുസ്മരിക്കുന്ന ഒരു അവധിക്കാലം കൂടിയാണ്. ഒബോൺ അവധിക്കാലം, ഒബോൺ ആണ് എന്നാണ് ഈ സമയത്തെ പറയുക. ഇവർ പൂർവിക ആത്മാക്കൾ തിരികെ വരുമെന്നും അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും വീടുകളിലും അമ്പലങ്ങളിലും, അത് പ്രത്യേകിച്ച് ബുദ്ധിസ്റ്റ് ആചാരപ്രകാരമാണ് ഇത്തരം ആചാരങ്ങൾ നടക്കുക. ഈ കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളായി എല്ലാ ഭവനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രാർത്ഥന ചടങ്ങുകൾ, പൂർവികരെ അനുസ്മരിക്കുക, അതുപോലെ അവരുടെ ശവകുടീരങ്ങൾ. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം പൂർവികാരാധന വളരെയേറെ ഉള്ള ഒരു നാടാണ്. അതുകൊണ്ട് ഇവരുടെ മാതാപിതാക്കളുടെ പൂർവികരുടെയൊക്കെ ശവകുടീരം വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ശവകുടീരങ്ങളിലെത്തി അവിടെ പുഷ്പങ്ങളർപ്പിച്ച് തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് ഈ ദിവസങ്ങളിലെല്ലാം നടത്തുകയുണ്ടായി. അതിനായിട്ട് കമ്പനികളിൽ നിന്നെല്ലാം ഇവർക്ക് അവധി കിട്ടുന്ന സമയം കൂടിയാണിത്. നമ്മളുടെ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് വളരെ ചേർന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളുടെ കേരളത്തിൽ പൂർവികരെ അനുസ്മരിച്ചുകൊണ്ട് കർക്കിടക ബലിയർപ്പിച്ചത് ഏതാണ്ട് 1-2 ആഴ്ചകൾക്ക് മുമ്പാണല്ലോ. അതിനുശേഷം വരുന്ന ഈ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ആഴ്ചയുടെ പകുതിയോടുകൂടിയാണ് ഇവിടെയും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുക. ജപ്പാൻ്റെ ഈ മനോഹരമായ സ്ഥലത്ത് ഇപ്പോൾ ചീവീടുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ഇവിടെയുള്ള ഓരോ വൃക്ഷങ്ങളുടെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എത്ര മനോഹരമായിട്ടാണ് പ്രകൃതിയെ, ഈ ആധുനികതയുടെ നടുവിലും പ്രകൃതിയെ എത്രമാത്രം മനോഹരമായിട്ടാണ് സംരക്ഷിക്കുന്നതെന്ന്. ഇവിടെ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ദേശസ്നേഹത്തിൻ്റെയും, നമ്മൾ ഇന്നലെ സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം ആ ഒരു പുലരി ഇന്ത്യയിൽ ആഘോഷിച്ചു. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖത്തിൻ്റെ 2ാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെടുന്ന ആ പരാജയത്തിൻ്റെ കയ്പുനീര് കുടിക്കുന്ന ദിവസങ്ങളാണ്, അതിൻ്റെ ഓർമ്മകളായി വറക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം. നമ്മൾ സന്തോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മധുരം നുകരുമ്പോൾ ജപ്പാന് പരാജയത്തിൻ്റെ കയ്പുനീര് അനുഭവിച്ചു എന്നുള്ളതും ഒരു ചരിത്ര സംഭവമാണ്. ഇത് രണ്ടും ഒരുമിച്ച് ഇവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതും എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമായി തോന്നുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.